അയ്യോ ആളില്ലേ? അയ്യോ അതെന്താ സാറ് പെട്ടെന്ന് പോയേ? എടോ അവരെ കൂട്ടാൻ പോയതായിരിക്കും, തിരിച്ചു വരും. താമടം ഞങ്ങൾ പുതുതായി താമസിക്കാൻ ചെന്ന സ്ഥലത്തുള്ളതാ. ചെന്ന ദിവസം മുതൽ ഞങ്ങൾക്ക് ഭയങ്കര ശല്യ. ഇനി മേലാൽ ഈ പെങ്കൊച്ചിന്റെ പിന്നാലെ നടന്നാ കത്തിച്ചുകളെ നിന്നെ ഞങ്ങള്. ഇത് ഞങ്ങക്ക് വേണ്ടപ്പെട്ട കൊച്ചാ. ഇനി ഇവളെ കണ്ടുപോകരുത്. അയ്യോ വേണ്ട, ഇനി അവര് ഞങ്ങളെ ശല്യപ്പെടുത്തില്ല. നിനക്ക് മനസ്സിലായില്ലേ? മേലാൽ ഈ പെങ്കൊച്ചിന്റെ പിന്നാലെ അങ്ങനെ നടന്നാ കൊന്നുകളെ നിന്നെ ഞാൻ. പോക്കടാ ഓടാ. അവന്റെ ഒരു മോളെ, നിങ്ങൾ എവിടെ പോയി ഇറങ്ങിയതാ? ഞങ്ങള് വേറൊരാളുടെ കൂടെ വന്നതായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നത് നോക്കി നിൽക്കായിരുന്നു. സൂക്ഷിക്കണം മോളെ, ഞങ്ങൾ കൊണ്ടുപോയി വിടണോ? ഏയ് വേണ്ട, ഇവിടെ തൊട്ടടുത്താ. ഒരുപാട് നന്ദിയുണ്ട്. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയില്ലേ. ചേച്ചി ധൈര്യമായിട്ടിച്ചല്ലേ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ശരി. മോളെ, ഇവൻ എന്ത് ശത്രുതയാ? എന്തിനാ എപ്പോഴും നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? ഇനി വരില്ല. ചേട്ടന്മാര് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ വാ, നമുക്ക് നിന്നിടത്തേക്ക് തന്നെ പോവാം. വാ അമ്മേ. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇവരിത് എവിടെ പോയി? ഹലോ മാഡം. ഹായ് നവീൻ, ഓഫീസിലുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ഓഫീസിന് അടുത്തെത്താറായി. ഉണ്ട് മാഡം. ഓക്കെ, ഞങ്ങളിത് അടുത്തെത്തി. ഒരു 2 minutes. ശരി മാഡം. മണിക്കുഞ്ഞ്, സിത്താര മേഡം ഗാഥ ഇപ്പൊ എത്തും. അല്ല സാറേ, ഈ വരവിന്റെ ഉദ്ദേശം ശരിക്കും എന്താ? എനിക്കറിയില്ല. ഒത്തുതീർപ്പിനായിരിക്കും. പലതവണ കഴിഞ്ഞല്ലേ, അപ്പൊ അതിനെന്ത് പ്രത്യേകത ഉള്ളത്? എന്തായാലും നോക്കാം. അയ്യോ എന്തൊരു കഷ്ടാ. അച്ഛന് ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. മോളെ, അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വണ്ടി കയറി പോണം നമുക്ക്. ഒട്ടും വയ്യാന്ന് ഞാൻ പറഞ്ഞോളാം സാറിനോട്. മാഡം, ഹായ് മാഡം. ഹായ്. എന്തായാലും ഗാഥയെ സാറിനൊന്ന് പരിചയപ്പെടുത്തേക്കാം. ഗാഥ വാ. വാ. അയ്യോ ആളില്ലേ? അയ്യോ അതെന്താ സാറ് പെട്ടെന്ന് പോയേ? എടോ അവരെ കൂട്ടാൻ പോയതായിരിക്കും, തിരിച്ചു വരും. താമടം എന്താ മോളെ ഇത്? എത്ര സമയം വെച്ചാ കാത്തിരിക്കുന്നേ? വല്ലാത്തൊരു തളർച്ച തോന്നിയിട്ട് ഞാനിവിടെ നിന്നിരുന്നു. അതാ വൈകിയത്. നിനക്കൊട്ടും വയ്യേ? കുറച്ചു നേരം വണ്ടിയിലിരുന്നൊന്ന് കണ്ണടച്ചാൽ മതി, ഉറക്കം കിട്ടിക്കോളും. നവീൻ ഇത്രയും നേരം കാത്തിരിക്കായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടിട്ട്.
നവീനെ നമുക്ക് ഇനിയും കാണാലോ അച്ഛാ അവിടെ വരുമ്പോ. ശരി ശരി, ബാബാ വന്ന് വണ്ടി കയറി. നവീനെന്തൊന്നും സംസാരിക്കാത്ത? എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല മാഡം. നവീൻ, മോള് വന്നത് നവീനോട് സോറി പറയാനായിട്ടാ. ചില നേരത്ത് യാതൊരു അർത്ഥമില്ലാത്തൊരു വാക്കാണത്. നവീൻ, നമുക്ക് ഒന്നിച്ചൊന്ന് പുറത്തു പോകണം. എനിക്ക് നവീനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഗത, ലാസ്റ്റ് ടൈമിൽ നമ്മൾ പുറത്തു പോയത് ഓർക്കുന്നുണ്ടോ? ആ റെസ്റ്റോറൻറ്റിലെ ഇഷ്യൂ. അതിപ്പോഴും എൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇനി ആവർത്തിക്കാനാണെങ്കിൽ പ്ലീസ് എന്നെ ഒഴിവാക്കിയേക്ക്. നവീൻ, ബന്ധങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ കാര്യത്തിൽ അത് കുറച്ച് അധികമാണെന്നേ ഉള്ളൂ. എങ്കിലും യഥാർത്ഥ കാരണം എന്താണെന്ന് നവീൻ അറിയേയില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടാ മോള് വന്നിരിക്കുന്നത്. നവീൻ പ്ലീസ്, ഞാൻ മാറിയിട്ടുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യാനെങ്കിലും നവീൻ എന്റെ കൂടെ വന്നൂടെ? ശരി, എങ്കിലും ഓക്കെ. ഒരു പരീക്ഷണത്തിന് കൂടി ഞാൻ തയ്യാറാ. ചുമ്മാ അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലു സാറേ, വെറുതെ ബലം പിടിച്ചിരിക്കാതെ. ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറെ നേരമായിട്ട് കരുതുവാ. പക്ഷെ സാറ് പറഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത്. എങ്കിൽ നമുക്കിറങ്ങാം. താങ്ക് യു നവീൻ. ചെലവണ്ണ, അവരെ കൊല്ലാൻ നടന്നിട്ട് ഇപ്പൊ നമ്മൾ ചാവണ അവസ്ഥയായല്ലോ. എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ സിറ്റിയിൽ അവൾക്ക് എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാ വേഷം മാറി അവൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അണ്ണാ, എന്നാ പിന്നെ റിസ്ക് എടുക്കണം. ഈ കേസങ്ങ് വിട്ടാ പോരെ. ഒന്നും മിണ്ടാതിരടാ. അങ്ങനെ ഒരുത്തി സെൽവനെ ജയിച്ച് വലിയ ആളാകണ്ട. അവൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ മൂർത്തി സാറേ. സെൽവൻ, ഓഫീസ് കണ്ടുപിടിച്ചോ? ശ്രീനിവാസനെ കണ്ടതാൻ. സാർ, ആ കൃഷ്ണയുണ്ടല്ലോ, അവൾ ആരാ സാറേ? ആൾമാറാട്ടക്കാരിയോ? എന്തൊക്കെയാണോ താൻ ചോദിക്കുന്നത്? ഞങ്ങളവളെ കണ്ടു സാറേ. ആദ്യം അവൾ ഒരു വലിയ പണക്കാരിയുടെ കൂടെയായിരുന്നു. ഞങ്ങളവളെ ഫോളോ ചെയ്തപ്പോൾ ആ പണക്കാരി തോക്കെടുത്ത് ഞങ്ങളുടെ നേരെ ചൂട്ടി. കൃഷ്ണയുടെ കാര്യം തന്നെയാണോ താനീ പറയുന്നത്? ആ അതെ സാറേ. അത് കഴിഞ്ഞ് വേറൊരു വേഷത്തിൽ വേറൊരിടത്ത് വെച്ച് ഞങ്ങൾ കണ്ടു. അവിടുന്ന് ഞങ്ങളവരെ പിന്തുടർന്നപ്പോൾ ഞങ്ങളെ ഒരു കൂട്ടം ആട്ടോക്കാർ ആക്രമിച്ചു. അതാ സാറേ ഞാൻ പറഞ്ഞത്, അവൾക്കിവിടെ നല്ല കണക്ഷൻ ഉണ്ട്. താൻ എന്ത് പിച്ചും പയ്യാടോ പറയുന്നേ? അല്ല സാർ, സത്യം പറഞ്ഞാൽ അവൾ നമ്മുടെ നാട്ടിലാണ് വേഷം കെട്ടണത്. ഇവിടെ അവൾ വേറൊരാളാണ് സാറേ.